ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തു നമുക്ക് നൽകിയതായ രക്ഷയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് തന്നതായ ബോധ്യത്തെ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചപേക്ഷിക്കുന്ന സകലർക്കും അവൻ സമീപസ്ഥനായ ഒരു ദൈവത്തെ നാം ആരാധിക്കേണ്ടതായ ഭാഗ്യത്തെ ലഭിച്ചതയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർക്കത് ഭോഷത്വമായി തോന്നാം. വിശ്വസിക്കാത്ത ജനത്തിന് അത് ഭോഷത്വമാവുമ്പോൾ വിശ്വസിക്കുന്ന നമുക്കോ അത് ദൈവശക്തി. ആ സുവിശേഷത്തെ പ്രസ്താവിക്കാൻ ഈ സന്ധ്യവേളയിലും ദൈവം നൽകിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ആ ക്രിസ്തു യേശു ആർക്കും ദൂരസ്ഥനായ ഒരു ദൈവമല്ല, സകലർക്കും സമീപസ്ഥനായ ഒരു ദൈവം. തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് യഹോവ സമീപസ്ഥൻ. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാം, ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ ദൈവം. ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ ദൈവം. ഹി ഈസ് എ ഗോഡ് ഓഫ് പാസ്റ്റ്, ഹി ഈസ് ഗോഡ് ഓഫ് പ്രസന്റ് ആൻഡ് ഹി ഈസ് ഗോഡ് ഓഫ് ഫ്യൂച്ചർ. ഇരുന്നവൻ ഇരിക്കുന്നവൻ വരുന്നവനായ ദൈവം. മോശയോട് പറഞ്ഞു, ഐ ആം ഹൂ ഐ ആം എന്ന് മോശയോട് കൽപ്പിച്ചതായ ഒരു ദൈവം. മോശ ദൈവത്തോട് ചോദിച്ചു, നിന്റെ നാമം എന്ത് എന്ന് ചോദിച്ചപ്പോൾ യഹോവയുടെ മറുപടി ഇതായിരുന്നു, ഐ ആം ഹൂ ഐ ആം. ക്രിസ്തു യേശു പുതിയ നിയമത്തിൽ പറഞ്ഞു, ബിഫോർ അബ്രഹാം വാസ് ഐ ആം. ആ ഐ ആം എന്ന ആ ക്രിസ്തു യേശുവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് ഈ സന്ധ്യവേളയിലും കർത്താവ് നമ്മെ സകലരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമുക്കായി വലിയൊരു രക്ഷയെ നമുക്ക് നൽകി. ഫിലിപ്പിയ പുസ്തകം അതിൻ്റെ 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം ഇങ്ങനെ അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ഫിലിപ്പീൻസ് 2:5. ക്രിസ്തു യേശുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ. ക്രിസ്തു ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ക്രിസ്തു വിണ്ണിലുള്ള സകലരും, ദൂതന്മാരും ജീവികളും മൂപ്പന്മാരും ഒക്കെയും വാഴ്ത്തി സ്തുതിച്ചതായ ദൈവം കാലത്തിൻ്റെ സമ്പൂർണതയിൽ സകല മഹത്വം വെടിഞ്ഞു എന്നെയും നിങ്ങളെയും രക്ഷിക്കേണ്ടതിനായി മക്കൾ ജഡരക്തത്തോട് കൂടിയവരാകിയാൽ നാം ജഡത്തിലും രക്തത്തിലും ആയതുകൊണ്ടാണ് ക്രിസ്തു വിണ്ണിലെ ദൈവം ആ മനുഷ്യ സാദൃശ്യത്തിലായി മനുഷ്യ വേഷമെടുത്ത് ആ മഹത്വകരമായ ആ ദൈവത്തോടുള്ള സമത്വത്തെ ഒക്കെയും വെടിഞ്ഞ് നമുക്കായി ഇറങ്ങി വന്നു. ഈ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അനേക അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും വീര്യപ്രവർത്തികളൊക്കെയും ചെയ്ത് ദൈവം എന്നത് ദൈവം ഉറപ്പിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. രോഗികളെ സൗഖ്യമാക്കി, ഭൂതഗ്രസ്തരെ വിടുതലാക്കി, പട്ടണത്തിൽ ചെല്ലുന്ന സ്ഥലത്തൊക്കെയും വലിയ വിടുതലുകളും അത്ഭുതങ്ങളെയും കാണാനിടയാക്കി ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രകടിപ്പിച്ച് 33 വയസ്സോളം ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നിട്ട് നമ്മുടെ പാപത്തെയും നമ്മുടെ ശാപത്തെയും താൻ ക്രൂശിൽ വഹിച്ചു. നമുക്ക് വേണ്ടി രക്തം ചൊരിയപ്പെട്ടു. നമ്മുടെ പാപങ്ങൾക്കായി, നമ്മുടെ ശാപങ്ങളൊക്കെയും നമ്മുടെ ലംഘനങ്ങളും നമ്മുടെ അകൃത്യങ്ങളൊക്കെയും ക്രിസ്തു യേശു തന്നിൽ തന്നെ വഹിച്ച് ആ ക്രൂശിൽ നമുക്കായി സകല വേദനകളെയും സഹിച്ചു. ക്രിസ്തുവിനെ അവിടെ കല്ലറയിൽ അടക്കി 3-ാം ദിവസമായപ്പോൾ സകല മരണഭാഷങ്ങളെയും അഴിച്ച് പാതാള ഗോപുരങ്ങളെയൊക്കെയും തകർത്ത് ജയവീരനായി കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആദ്യം മഗ്ദലേനക്കാരി മറിയയ്ക്ക് പ്രത്യക്ഷമായി, അനേക അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷമായി, 12 ശിഷ്യന്മാർക്ക് ക്രിസ്തു പ്രത്യക്ഷമായി. ഉയർത്തെഴുന്നേറ്റതിന് ശേഷമായി 40 ദിവസത്തോളം ഈ ഭൂമിയിൽ തന്നെ ക്രിസ്തു ഉണ്ടായിരുന്നു. അപ്പോൾ 500ഓളം പേർ
അവർ പ്രത്യക്ഷമായി കാണുമ്പോൾ തന്നെ സ്വർഗാരോഹണം ക്രിസ്തു ചെയ്തു. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു. ഈ കാഴ്ച 500ഓളം പേർ കാണുകെ ഇത് സംഭവിക്കുന്നു. ഈ രണ്ട് ദൂതന്മാർ ഈ 500ഓളം ഗലീലിയ പുരുഷന്മാരോട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഈ കാണുന്ന ക്രിസ്തു എങ്ങനെ സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യുന്നു, അതുപോലെ തന്നെ വീണ്ടും രാജാതി രാജാവായി മടങ്ങി വരും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രക്ഷയുടെ സന്ദേശം ഈ ലോകത്തിൻ്റെ അറ്റത്തോളം അത് എത്തണമെന്നുള്ളത് വളരെ നിർബന്ധമായ ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രക്ഷയുടെ സുവിശേഷം ഇന്ന് പലർക്കും ശക്തിയായി വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ ശക്തി വ്യാപരിക്കും. ലോകത്തിൽ വന്ന് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവങ്കിലേക്ക് അടുത്തു വരുന്ന ആരെയും തള്ളിക്കളയാത്തതായ ഒരു ക്രിസ്തു. അത് യവനനെന്നില്ല, അത് ഗ്രേക്കനെന്നില്ല, അത് യഹൂദനെന്നില്ല. ലോകത്തിലെ ഏത് നാഷണാലിറ്റി ആയാലും, ഏത് റേസ് ആയാലും, ഏത് ജാതി ആയാലും ആ ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ചാൽ, ആ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർക്ക് അവൻ സമീപസ്ഥനായ ദൈവം, ആ ദൈവം അവർക്കായി ദൈവം ഒരുക്കുന്ന ഒരു നിത്യതയുണ്ട്. ഈ ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. നമുക്കായി വാസസ്ഥലം ഒരുക്കി കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയെ ചേർത്ത് കൊള്ളേണ്ടതിനായി, തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ സഭയെ, എന്നെയും നിങ്ങളെയും ചേർത്ത് കൊള്ളേണ്ടതിനായി കർത്താവായ യേശു ക്രിസ്തു വേഗം വരുന്നു. അതിനായി തന്നെ നമുക്ക് ആ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി ഒരുങ്ങാം. കള്ളൻ അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കാനും വരുന്നു. എന്നാൽ ക്രിസ്തു വന്നതോ ജീവൻ നൽകേണ്ടതിനും ആ ജീവൻ സമൃദ്ധിയായി നൽകേണ്ടതിനുമായി കർത്താവ് വന്നു. ഇന്ന് ഈ സന്ധ്യാവേളയിൽ ആ രക്ഷയുടെ വചനത്തെ നിങ്ങൾക്ക് മുൻപാകെ തുറന്നു കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ മോശയുടെ കാലത്തിൽ ന്യായപ്രമാണം നൽകപ്പെട്ടു. നീതീകരണത്തിനായി ന്യായപ്രമാണം നൽകപ്പെട്ടു. അത് പ്രവൃത്തി, ആ ന്യായപ്രമാണം അനുസരിക്കുന്നവരൊക്കെയും പ്രവൃത്തിയാലുള്ള നീതീകരണത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ നമുക്ക് കാണാം. എന്നാൽ ക്രിസ്തുവിലുള്ളതോ വിശ്വാസത്താലുള്ള നീതീകരണം. അബ്രഹാം വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. ഏതൊരു അഭക്തനും നീതീകരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ്റെ വിശ്വാസം നീതിക്കായി കണക്കിടപ്പെടും. ഹല്ലേലൂയ. നമുക്ക് ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം 30-ാമത്തെ അധ്യായം അതിൻ്റെ 11 തുടങ്ങി ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതുമല്ല. ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് ആർ സ്വർഗത്തിൽ കയറി കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല. ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് ആർ സമുദ്രം കടന്ന് കൊണ്ടുവന്ന് തരും എന്ന് പറയത്തക്കവണ്ണം അത് സമുദ്രത്തിനക്കരെയുമല്ല. നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത്, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ. ഹല്ലേലൂയ. ഈ രക്ഷയുടെ ഈ സന്ദേശത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ തന്നെ ഇതിൻ്റെ ഒരു സൂചന ഉണ്ട്. ഹല്ലേലൂയ. ഈ പറയപ്പെട്ടതായ വചനത്തിന് തൊട്ട് മുകളിൽ തന്നെ മോശയുടെ കൽപ്പനയെക്കുറിച്ച് പറയുന്നു. ഇത് അനുസരിക്കുന്നവരൊക്കെയും നീതീകരണം പ്രാപിക്കുമെന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് തൊട്ട് മുകളിലത്തെ വാക്യം നമുക്ക് കാണാം. ഈ രക്ഷയുടെ ഇതേ സന്ദേശം പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു: നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത്, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ. ഈ രക്ഷ പ്രാപിപ്പാൻ ഇത് അനുസരിക്കേണ്ടതിന് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ വായിലും. പഴയ നിയമത്തിൽ പറയുന്നു ഈ രക്ഷ പ്രാപിപ്പാൻ ഇത് നിലകൊള്ളുന്നത് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ വായിലും. എന്നാൽ ഈ ആവർത്തന പുസ്തകത്തിൽ എന്താ ഹൃദയത്തിൽ വിശ്വസിക്കേണ്ടതെന്നും എന്താ നമ്മുടെ വായിൽ കൂടെ ഡിക്ലെയർ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ അത് നിഴലായി നിൽക്കുമ്പോൾ പുതിയ നിയമത്തിൽ റോമാ പുസ്തകത്തിൽ വരുമ്പോൾ വളരെ വ്യക്തമായി അവിടെ നമുക്ക് കാണാൻ സാധിക്കും. റോമൻസ് 10
അതിൻ്റെ 4 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. ന്യായപ്രമാണത്തിലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷ പ്രാപിക്കേണ്ടതിനായി ഹൃദയത്തിൽ ആ ക്രിസ്തുവിനെ വിശ്വസിക്കുകയും. ഇത് പ്രയാസമുള്ള ഒരു കാര്യമല്ല. ആർ സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ആർ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ക്രിസ്തുവിനെ ഉയർപ്പിച്ച് നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരുമെന്ന് നീ വിചാരിക്കരുത്. ഇത് നിന്റെ സമീപത്ത് തന്നെ ഉണ്ട്. നിന്റെ ഹൃദയത്തിൽ ഈ ക്രിസ്തു സ്വർഗലോകം വിട്ട് നമുക്കായി ഇറങ്ങി വന്ന് ഈ ഭൂമിയിൽ ജീവിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് നമുക്കായി മരിച്ചു ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നു. എൻ്റെ രക്ഷകൻ ഇന്നും ജീവിക്കുന്നു എന്നുള്ള ആ വിശ്വാസത്തിൻ്റെ ഡിക്ലറേഷൻ ഹൃദയത്തിൽ വിശ്വസിക്കുകയും നമ്മളുടെ അധരം കൊണ്ട് അത് ഏറ്റു പറയുകയും ചെയ്യുമ്പോൾ നാം രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഇന്ന് ഈ രക്ഷ, ഈ കൃപയാലുള്ള ഒരു രക്ഷ ആരുടെയും ക്വാളിറ്റി ബേസ് ചെയ്തല്ല. ഇത് സൗജന്യമായി കൃപയാൽ ഈ ദാനമായി കർത്താവ് തന്നെ നമുക്കായി നൽകുന്നതായ ഒരു രക്ഷ. ഈ രക്ഷയ്ക്ക് ഈ ലോകത്തിലുള്ള സകല ഭൂവാസികളും അവർ ഹല്ലേലൂയ അതിന് അവകാശികളായി തീരണം. ഹല്ലേലൂയ. ഈ ക്രിസ്തുവിൻ്റെ ഈ സന്ദേശം, ഈ വിശ്വാസം സ്വീകരിക്കുമ്പോൾ ക്രിസ്തു നമ്മെ തൻ്റെ പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിടുന്നു. നമ്മുടെ അവകാശത്തിൻ്റെ ആചാരമായ പരിശുദ്ധ ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. നമ്മെ വീണ്ടെടുക്കേണ്ടതിനായി മേഘാരുടനായി കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ നമ്മെ വീണ്ടെടുക്കേണ്ടതിനായി ഇങ്ങനെ വിശ്വാസത്താൽ രക്ഷ പ്രാപിച്ചതായ ജനം, പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടതായ ജനത്തെ ചേർത്ത് കൊള്ളേണ്ടതിനായി കർത്താവായ യേശു വേഗം വരും. തിരുവചനത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം. ഹീബ്രൂസ് 2-ാമത്തെ അധ്യായം അതിൻ്റെ 3 തുടങ്ങി ഇങ്ങനെ പറയുന്നു, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഇത്ര വലിയൊരു രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും കേട്ടു നിന്നവർ ഉറപ്പിച്ചു നൽകിയതുമായ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ, ഇഫ് വി നെഗ്ലക്ട് ദിസ് ബിഗ് സാൽവേഷൻ, ഹൗ വിൽ വി എസ്കേപ്പ് പണിഷ്മെന്റ്? ഹല്ലേലൂയ. ഈ വലിയൊരു രക്ഷ ഇന്ന് സകലർക്കും ഓപ്പണായ ഒന്നാണ്. ഇത് ആർക്കും ദൂരമായിരിക്കുന്ന ഒരു കാര്യമല്ല. നമ്മെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ കർത്താവ് സമീപസ്ഥനായ ഒരു ദൈവം, എനിക്ക് ഈ ദൈവം ദൂരമായുള്ള ഒരു ദൈവമല്ല. ആ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ മകനാകേണ്ടതായ ഒരു ഭാഗ്യത്തെ നൽകി. അപ്പ എന്ന് വിളിക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവം. ഞാൻ എന്ന് ഈ പ്രസ്താവിക്കുന്ന ഈ ക്രിസ്തു, ഞാൻ അനുഭവിച്ച ഒരു ദൈവത്തെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുദിനം അനുഭവിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നിങ്ങളോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ മകന് ഏകദേശം 9 വയസ്സ് വരെ അവന് ടോയ്ലറ്റിൽ പോകുന്നത് പോലും പ്രശ്നമായിരുന്നു. അവന് ഡയപ്പർ യൂസ് ചെയ്യുമായിരുന്നു. സ്കൂളിൽ നിന്നും ഒരു ദിവസം ഒരു പരാതി ഉണ്ടായി. The adult doesn't have to do it here. എന്നുള്ള the adult doesn't have to do it here in the classroom എന്ന് സ്കൂളിൽ നിന്നും ഒരു ലെറ്റർ പ്രാപിപ്പാനിടെ അത് കണ്ടപ്പോൾ പ്രയാസം തോന്നി. ഞാൻ വണ്ടി ഓടിച്ചു വരികയായിരുന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, കർത്താവേ, കുഞ്ഞിൻ്റെ വയസ്സ് ഇത്ര ആയിട്ടും അവന് ഇപ്പോഴും അവന് ഡയപ്പർ യൂസ് ചെയ്യേണ്ടി വരുന്നല്ലോ എന്നൊരു പ്രയാസം ഉണ്ടായി. അകത്ത് ഒരു വേദനയോട് അപ്പാ എന്ന് ഞാനൊന്ന് വിളിച്ചേ ഉള്ളൂ. അന്ന് വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ വലിയൊരു വിടുതൽ സംഭവിച്ചു.
അവൻ്റെ വിഷയത്തിൻ്റെ മേൽ വലിയൊരു അത്ഭുത പ്രവൃത്തിയെ നമ്മുടെ കർത്താവായ ദൈവം ചെയ്തു. ഹാലൽ ഈ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏവർക്കും മക്കളാവാനുള്ള അവകാശത്തെ ദൈവം നൽകി. എത്ര വലിയ ഭാഗ്യത്തെ ദൈവം നമുക്കായി നൽകിയിരിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ മക്കളായി തീരുവാൻ അപ്പ എന്ന് വിളിക്കുമ്പോൾ ഈ ലോകത്തിലെ അപ്പനേക്കാൾ, ഈ ലോകത്തിലെ അമ്മയേക്കാൾ, ഏതൊരു സ്നേഹത്തെക്കാൾ അധികമായി നമ്മെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്തു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുക. ആ ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ആദരം കൊണ്ട് നിങ്ങൾ ആ ക്രിസ്തുവിനെ ഏറ്റു പറയുമ്പോൾ ഈ രക്ഷ നിങ്ങൾക്ക് സ്വന്തമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ പുസ്തകത്തിൽ പറയും, that which was from the beginning, which we have looked at and our hands have touched, this we proclaim concerning the word of God. ഈ ക്രിസ്തുവിനെ നാം കണ്ടതായ ഒരു ക്രിസ്തു, ഈ ദൈവത്തെ ഞങ്ങൾ നോക്കിയ ഒരു ക്രിസ്തു, ഞങ്ങൾ കരങ്ങൾ കൊണ്ട് തൊട്ട് അനുഭവിച്ചതായ, ഞങ്ങളുടെ ജീവിതത്തിൽ ദിനം പ്രതി അനുഭവിക്കുന്നതായ ഒരു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് സാക്ഷീകരിക്കുന്നു. നിങ്ങൾ ഏത് മതത്തിലുമാവാം, നിങ്ങൾ ഏത് രാജ്യത്തിലുമാവാം, നിങ്ങൾ ഏത് ഭാഷക്കാരുമാവാം, ആർക്കും ക്രിസ്തു ദൂരസ്ഥനല്ല. ഈ ക്രിസ്തു നമ്മുടെ ഈ കൃപയുടെ കാലത്തിൽ കൃപയാൽ സൗജന്യമായി നമുക്കായി ഒരുക്കിയ ഒരു രക്ഷയെ സകലരും അവകാശമാക്കണമെന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരും ഈ രക്ഷയെ തള്ളിക്കളയരുത്. ക്രിസ്തുവിനെ സ്നേഹിപ്പാനും ക്രിസ്തുവിൻ്റെ വചനത്തെ വായിക്കുവാനും ക്രിസ്തുവിനോട് സമയത്തെ പങ്കിടുവാനും സകലരെയും കർത്താവ് സഹായിക്കുമാറട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.